വടകര അസംബ്ലി മണ്ഡലത്തിൽ ധാരാളം വികസന പ്രശ്നങ്ങളുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. പൂർണ്ണമായും അതിൻ്റെ ഭാഗമായി മാറാൻ വടകരയിൽ വികസന പ്രവർത്തനം കാര്യമായി നടത്താനും സാധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ പ്രതിനിധി എന്നതിലേക്ക് ഞാൻ വിജയിച്ചാൽ വടകരയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 4 ദിവസമായി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയത് ചോമ്പാൽ ഹാർബറിൻ്റെ വിഷയമാണ്. അവിടെ നല്ല റോഡില്ല, ആവശ്യത്തിന് വെളിച്ചമില്ല, പ്രാഥമിക സൗകര്യങ്ങൾ കുറവ്, ആയിരത്തോളം തൊഴിലാളികൾ, മത്സ്യബന്ധന തൊഴിലാളികളും മത്സ്യവിതരണ തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ജോലി ചെയ്യുന്ന അവിടെ മതിയായ ആരോഗ്യ സംവിധാനങ്ങളില്ല. ചികിത്സയ്ക്ക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. പുളിമൂടിൽ മണ്ണ് വന്ന് നികന്ന് ആ ബോട്ട് അടുപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുണ്ട് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിന് പരിഹാരം കാണേണ്ടതുണ്ട്. ഞാനതിനു വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ മടപ്പള്ളി കോളേജ് 58 സ്ഥാപിച്ചതാണത്. എന്നാൽ വർഷം ഇത്രയായിട്ടും നമുക്ക് ആധുനിക രീതിയിലുള്ള കോഴ്സുകൾ നമ്മളെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോയി അവരാഗ്രഹിക്കുന്ന കോഴ്സുകൾ പഠിക്കുന്ന സാഹചര്യത്തിൽ അതിവിടെ കൊണ്ടുവന്ന് ഞാനിവിടെ പോയപ്പോൾ കോളേജിൽ ചെയർമാനായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് കോഴ്സ് കിട്ടിയിട്ടില്ല. അത്തരം കോഴ്സുകൾ കൊണ്ടുവരുന്നതിന് ശ്രമിക്കും. മാത്രമല്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെ ചുറ്റുമതിലില്ല. വലിയൊരു പ്ലോട്ടാണ്, ചുറ്റുമതിൽ സാമ്പത്തിക ഇത് വരുന്നതാണ്, എന്നാലും ചുറ്റുമതിൽ ഉണ്ടായി മതിയാവും. അതേപോലെ ഇത്രയധികം പ്രാധാന്യമറിയിക്കുന്ന കോളേജിൽ ഗ്രൗണ്ട് നല്ല രൂപത്തിലില്ല. ഒരു ഗ്രൗണ്ട് എന്നതൊരു സ്കെൽട്ടൻ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്ലേ ഗ്രൗണ്ടായി അതിനെ കാണാൻ കഴിയില്ല. അത് നമുക്ക് അത്യാവശ്യമായി ചെയ്യേണ്ടതാണ്. അതേപോലെ വികസനം ഏറെക്കാലത്തെ സമഫലമായിട്ടാണ് വടകര ചേലക്കാട് റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. 3 മണ്ഡലങ്ങളിൽ സ്പർശിച്ച് പോകുന്ന ആ റോഡ് വടകര ഭാഗത്ത് അതിൻ്റെ പ്രാഥമിക നടപടികളായിട്ടില്ല. അളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്ഥലം നമുക്ക് ഏറ്റെടുക്കാനായിട്ടില്ല. അതിനും പരിഹാരം കാണണം. മറ്റ് പല സ്ഥലങ്ങളിലും വടകരയിൽ എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അതുപോലെ തന്നെ കടത്തനാട് അയോധനമുറക്ക് പേര് കേട്ടൊരു സ്ഥലമാണ് കളരി അഭ്യാസത്തിന്. അപ്പോൾ തീർച്ചയായും നമ്മൾ അറിയപ്പെടുന്നത് പല കാര്യങ്ങളിലും വടകര അറിയപ്പെടുന്ന ആയോധന മുറയെല്ലാം പരിപോഷിക്കാൻ കഴിയുന്ന ഒരു കളരി അക്കാഡമി പറയുന്നത് കേട്ടിട്ടുണ്ട് പലതവണ. പക്ഷെ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിലെ നടുത്തുരുത്തി, അവിടെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ ഒരു ശ്രമം തുടങ്ങിയതാണ്. 4.68 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള അത് ഒരു ദ്വീപ് തന്നെയാണ്.
മഴക്കാലത്ത് ഞങ്ങളൊരു 2 പേരോട് താമസിക്കുന്നത് ഒഴിപ്പിക്കാൻ വേണ്ടി എപ്പോഴും പോകും മഴക്കാലത്ത്. അതിനെയും ലോകനാർ കാവിനെയും സെൻറ്റ് മാക്സിനെയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം ലൈൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. കുറേയേറെ ശ്രമങ്ങൾ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അത് കൂട്ടിയിണക്കി അതിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൻ്റെയും അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെയും മുമ്പിൽ നിന്ന് കുട്ടികളെ അല്പം വ്യായാമത്തിൻ്റെ രീതിയിലേക്ക് മാറ്റാൻ. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ച പറമ്പും കാര്യങ്ങളൊക്കെ പോയി, ഇപ്പോൾ വയലൊക്കെ പോയി. അതിന് ഓരോ പഞ്ചായത്തിലും ഓരോ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകൾ ഉണ്ടാക്കാൻ. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ മടമ്പൂർ കോളേജിൽ വന്നിട്ടാണ് ഉള്ള സ്ഥലത്തുനിന്ന് കാര്യങ്ങൾ നടത്തുന്നത്. അത് ശ്രമിക്കും. പിന്നെ ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ, ഉത്തരം കാണേണ്ടതായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ഓരോ സ്ഥലത്തുള്ള, അത് ഒരു പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ ഈ വിഷയം ഒന്ന് പേരാമലി ചെയ്തിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള പദ്ധതിയുള്ള ഒരു പഞ്ചായത്ത് ഏറാമലിയാണ്. അതുപോലെ പ്രാദേശികമായി എല്ലാം ഗുളികപ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ കാത്തുന്നാൽ ശരിയാവില്ല. പക്ഷേ പ്രാദേശികമായി ചെയ്യാൻ കഴിയുന്ന സ്ഥലത്തൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ റോഡുകളുടെ നിലവാരം പല സ്ഥലത്തും മോശമാണ്. പിന്നെ ബസ് സ്റ്റാൻഡ്, വടകരയിലെ പ്രധാനപ്പെട്ട താലൂക്കിൻ്റെ കേന്ദ്രമായിട്ടുള്ള വടകരയിൽ 2 ബസ് സ്റ്റാൻഡ്, അതൊന്ന് ഇപ്പം നമുക്കറിയാലോ, വളരെ പഴയ സ്റ്റാൻഡും പുതിയ സ്റ്റാൻഡും. ഇതിനൊക്കെ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ നല്ല DPR ഉണ്ടാക്കി സമർപ്പിച്ചാൽ, അതിന് പിന്നാലെ നടന്നാൽ. ഞാനങ്ങനെ ഏറാമലിയിലൊക്കെ ചേരുന്നുണ്ട്. ഏറാമലി ഞാൻ 15 വർഷം പ്രസിഡൻ്റായിട്ടുണ്ട്. അവിടുത്തെ 5 വർഷം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് 5 വർഷമുണ്ട്. ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പരമാവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, നിങ്ങളൊക്കെ സഹകരണമുണ്ടെങ്കിൽ. എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളിപ്പോൾ പറയുന്നത് കേട്ടിട്ട് പ്രസ് ക്ലബ്ബ് സ്ഥലമുണ്ടോ, നമുക്ക് സ്ഥലമുണ്ടോ, നമുക്ക് പണിയാം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു പ്രയോറിറ്റി അതിനും കൊടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു. 1-2 വാർത്താ സമ്മേളനത്തിലൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. കാരണം ഇവിടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദാമോദരൻ നമ്പ്യാർ, മാധുരുടെ ബാലകൃഷ്ണക്കുറുപ്പ്, ദേശാമിയുടെ ആൾ, ചന്ദ്രികയുടെ, ഇവരൊക്കെ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങുന്ന കാലത്തുള്ള മഹാരഥന്മാരായുള്ള പത്രപ്രവർത്തകരാണ്. ഞാൻ ഓർക്കുന്നതാണ് അതിനകത്ത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇനി പറയുന്നില്ല. ഞാനതിനു വേണ്ടി ഒരു മിഷൻ സംഘടിപ്പിക്കും. എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് ഇതുമായി ബന്ധപ്പെട്ട നാട്ടിലെ വികസന താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് 1-2 ദിവസം നമുക്കിരുന്ന് ചർച്ച ചെയ്യാം. ആ ചർച്ചയിൽ ഉരുത്തിരുന്ന വിഷയങ്ങൾ വടകരയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന രൂപത്തിലുള്ള പ്രോജക്റ്റായി മാറ്റാം. ഇപ്പോൾ നാണുവേട്ടൻ വിഷൻ 2030 എന്ന് പറഞ്ഞുകൊണ്ട് സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഫോളോ അപ്പിന് അദ്ദേഹം കഴിഞ്ഞ കാലാവധി അവസാനിച്ച് പിന്നെ ചെയ്യാനായില്ല, തുടർന്ന് ചെയ്യാനായില്ല. അപ്പോൾ അതേപോലെ എല്ലാ വികസനം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല, കൂട്ടായ്മയോടുകൂടി ജനങ്ങളുടെ അഭിപ്രായം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന്, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ പിന്നോട്ടാണ് വടകര, അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കൂട്ടായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞാൽ പിന്നെ ഒരു രാഷ്ട്രീയമല്ലല്ലോ. അപ്പോൾ നീതിപൂർവമായ ഫണ്ട് വിതരണം എല്ലാ കാലത്തും ഞാൻ പ്രസിഡൻ്റായ സമയത്ത് നടത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ MLA ആയാൽ അതിന് എനിക്ക് പ്രയാസമുണ്ടാവില്ല. ഞാനത് പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. അല്ല, ഞാൻ പറയുന്നത് ഞാൻ നടത്തി വിജയിച്ച കാര്യങ്ങളാണ്. ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ പഞ്ചായത്ത് മാത്രം എല്ലാ സ്ഥലത്തും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഷയത്തിൽ ഞാൻ IRTCയുടെ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെൻ്റർ എന്ന് പറഞ്ഞ പാലക്കാട് സർക്കാർ സ്ഥാപനത്തിൻ്റെ സയൻറ്റിസ്റ്റുകളെ ഏറാമലി കൊണ്ടുവന്നു.
ഒരു ദിവസം ഓർക്കാട്ടി ടൗണിൽ നിന്ന് 2200 കടകളിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റിൻ്റെ തൂക്കം 3.5 ടണ്ണാണ്. എങ്ങനെ സംസ്കരിക്കും? പണ്ട് കാലത്തേക്ക് പ്ലാസ്റ്റിക്കോട് കൂടി കുഴിച്ചുമുടലാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് കടയിൽ നിന്ന് തന്നെ സാഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക്കായിട്ട് മാലിന്യങ്ങളാണുന്നുണ്ട്. അതെങ്ങനെ സംസ്കരിക്കും? കത്തിക്കാൻ പറ്റുമോ? ആധുനിക കാലത്ത് നമ്മൾ കത്തിക്കുന്നത് അശാസ്ത്രീയല്ലേ. പിന്നെ കുഴിച്ചിടാൻ പറ്റുമോ? എത്ര കാലം കുഴിച്ചിടാൻ പറ്റും? അപ്പോൾ അത് സംസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ അവരെന്നോട് നിർദ്ദേശിച്ച ഒരു പ്ലാന്റ് വേണം, സ്ഥലം വേണം. സ്ഥലം വാങ്ങി 50 സെൻറ്റിൻ്റെ പ്ലാന്റ് ഉണ്ടാക്കി, പുതിയ മെഷീനറീസ് ഇറക്കി, അവിടെ ആ വേസ്റ്റിൽ നിന്ന് നല്ല ഒന്നാന്തരം വളം, കാഡ്മിയം കലരാത്ത IIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനം ചാണകത്തിൻ്റെ 4 ഇരട്ടി ഗുണമുള്ള വളമാണെന്ന് സർട്ടിഫൈ ചെയ്തതാണ്. അത് ഫാക്ടറിൻ്റെ വളം വിൽക്കുന്നത് പോലെ ഏറാമല സർവീസ് സഹകരണ ബാങ്ക് വിറ്റ് തുടങ്ങി. 10 കിലോൻ്റെയും 25 കിലോൻ്റെയും ജൈവമിത്ര എന്ന ബ്രാൻഡ് നെയിം നൽകി. അത് ഞാൻ കൊണ്ടുവന്നതാണ്. ആ നാഷണൽ വെബിനാറിൽ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് ഇന്ത്യക്ക് മാതൃകയായ പ്രോജക്റ്റാണ്, ഇന്ത്യക്ക് മാതൃകയായ പ്രോജക്റ്റ് എന്നാണ്. ഇപ്പോൾ അത് തുടരുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവരെ ഷെഡിൽ പോയിരുന്നു. 10-18 തൊഴിലാളികളുണ്ട്. IRTCയിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടുന്ന് 10-12 തൊഴിലാളി നേരിട്ട് ക്ലാസ് കൊടുത്ത് ഏറാമല എത്രയോ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നത് പഠിക്കുന്നുണ്ട്. അവിടെ ഏറാമല പ്ലാന്റിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളൊരു വിഷയത്തിൽ ഇടപെട്ടാൽ കൂട്ടായ പരിശ്രമം നടത്തി അവിടെ പൊളിറ്റിക്സ് ബാധകമില്ല, അത് തരംതിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കൂട്ടായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആളാണ്. അപ്പോൾ ആ നിലക്ക് പരിഗണിക്കാൻ സാധിക്കും. ഇപ്പോൾ കുടിവെള്ളം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളമുള്ള പഞ്ചായത്ത് ഏറാമലയാണ്. 95 ഞാൻ പ്രസിഡൻ്റായപ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞാണ് ഞങ്ങൾ കുന്നിൻ പ്രദേശത്ത് വെള്ളമില്ല. ഇപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന വിളിയപ്പുഴയില്ലേ, അല്ലെങ്കിൽ ഒഞ്ചിയോട് പറഞ്ഞത് അത് വരുന്നവരെ കാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ചുമതലയല്ലല്ലോ. അത് ഞാനെന്ത് ചെയ്യുന്നത്, പൈപ്പ് സ്ഥാപിച്ച് വെള്ളം കൊടുക്കുക എനിക്ക് എൻ്റെ ഒരു രീതിയല്ലല്ലോ. അപ്പോൾ ഞാൻ പ്രാദേശികമായി 20 കുന്നിൻ പ്രദേശങ്ങളിൽ കളരിക്കുന്ന്, മുട്ടപ്പാറ തുടങ്ങി 20 കുന്നിൻ പ്രദേശം പ്രാദേശികമായി കമ്മിറ്റി ഉണ്ടാക്കി ഗുണഭോക്തം പിരിച്ചെടുത്ത് പഞ്ചായത്തിൻ്റെ വീതം നൽകി, സർക്കാരിൻ്റെ വീതം നൽകി കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി. അതുപോലെ തന്നെ മർച്ചൻ്റ് അസോസിയേഷൻ ഓർക്കാട്ടി ടൗണിലെത്തുന്ന ആളുകൾക്ക് നല്ല വെള്ളം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അങ്ങനെ ഓർക്കാട്ടി ടൗൺ പദ്ധതി അടക്കം 20 പദ്ധതികളിൽ നിന്നുണ്ട്. 95 മുതൽ 31 വർഷമായി റൺ ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. അത് നടത്തുന്നത് ഗുണഭോക്തൃ കമ്മിറ്റിയാണ്. ഇലക്ട്രിസിറ്റി ചാർജ് അവരെടുക്കുന്നു, ചെറിയ ചെറിയ മെയിൻ്റനൻസ് അവർ നടത്തുന്നു. വലിയ എന്തെങ്കിലും ഉണ്ട് പഞ്ചായത്ത് ചിലപ്പം വെള്ളമില്ലാതുകൊണ്ട് ആഴത്തിൽ കണ്ടുപോയിക്കണമെങ്കിൽ അതവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേസ്റ്റിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂട്ടായ്മ എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയില്ല. പക്ഷെ ചെയ്യാൻ പറ്റാതെ സർക്കാരിനെ സമീപിക്കും, DPR തയ്യാറാക്കും. അതിനനുസരിച്ച് ഫണ്ട് എവിടെ നിന്നൊക്കെ കൊണ്ടുവരാൻ സാധിക്കും നോക്കണം. ഇപ്പോൾ 1000 കോടിയിലധികം വികസന പ്രവർത്തനം മറ്റ് മണ്ഡലം നടത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ജനപ്രതിനിധി തന്നെ പറയുന്നത് 18 കോടിയുടെ നടത്തിയെന്നാണ്. അപ്പോൾ എന്തൊക്കെ മാർഗത്തിൽ കൂട്ടായ്മയോടുകൂടി നമുക്ക് നടത്താൻ പറ്റുമോ അതൊക്കെ നടത്താൻ ശ്രമിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കം അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്. ഇനീഷ്യേറ്റീവ് എടുക്കലാണ്. 5 വർഷം ഞാൻ ചോദിക്കട്ടെ, ചോമ്പാൽ ഹാർബറിൽ ഓരോ വർഷവും മണ്ണ് നീക്കം ചെയ്യുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. 5 വർഷത്തെ മണ്ണ് നീക്കം ചെയ്യാതിരുന്നാൽ എന്താ ചെയ്യുക? അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഡംപിയ മാലിന്യം ഉറവിട സ്ഥാനത്ത് തന്നെ സംസ്കരിക്കണമെന്നല്ലേ പറയുന്നത്. വേറെ എവിടെയും കെട്ടിക്കൊണ്ടേ തള്ളലല്ലോ. ഇപ്പം ഞെളിയം പറമ്പല്ലേ അങ്ങനെയല്ലേ ഉണ്ടായത്. ഒരു ദിവസം പഴക്കം ചെന്നാൽ മാലിന്യമായി, ഒരു ദിവസം പഴക്കമായിട്ടില്ലെങ്കിൽ മാലിന്യമല്ല, വസ്തുക്കൾ മാത്രമാണ്. ഞാൻ അങ്ങനെ ഓർക്കാട്ടി ടൗണിലെ കച്ചവടക്കടകളിൽ 2 തരം ബിന്നുകൾ സ്ഥാപിച്ച് പ്ലാസ്റ്റിക് സാധനങ്ങൾ കളക്ട് ചെയ്ത് വാഹനം വാങ്ങിച്ച് കളക്ട് ചെയ്ത് പ്ലാന്റിൽ കൊണ്ടുപോയി അവിടെ നിന്നും മറ്റൊന്ന് മാറ്റി അങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സാധിക്കുമ്പോൾ കൂട്ടായി ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കുമെന്ന കാര്യം തർക്കമൊന്നുമില്ല. ശ്രമിച്ചാൽ നടക്കുമെന്നത് നമ്മളെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. എല്ലാവരും കൂട്ടായി നിന്നാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഇപ്പോൾ കളരി അക്കാദമി എന്തുകൊണ്ട് നടക്കുന്നില്ല? ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ അവിടെ വിളിച്ചു കൂട്ടിയിരുന്നു കളരി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ. അവർക്ക് വലിയ താല്പര്യമുണ്ട്. കുറേ സ്ഥലത്തത് പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചു. 1-2 കളരി, ഇപ്പോൾ 5-6 കളരികൾ അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്, പുറന്തള്ളേണ്ട കാര്യമല്ലത്. അതൊക്കെ നമുക്ക് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഐഡിയകളുണ്ട്. അപ്പോൾ കൂട്ടായ്മയോട് കൊണ്ടുപോകാനുള്ളൊരു
ഒരു മാനസിക അവസ്ഥയുമുണ്ട്. ഇനി അത് ഡെവലപ്പ് ചെയ്യേണ്ടത് കുറേയേറെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് കുറേ സർക്കാർ തന്നെ സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്, കുറേ ലോക്കൽ ബോഡീസിൻ്റെ സ്ഥാനത്തോട് കൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൂട്ടായി നിന്നാൽ ഇതൊക്കെ പരിഹാരം കാണാൻ സാധിക്കും. 25 വർഷത്തെ എൻ്റെ അനുഭവം അതാണ്. ഞാൻ 25 വർഷം ജനപ്രതിയായിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. സംസ്ഥാന സർക്കാരിനോട് ആ തരത്തിൽ ബന്ധപ്പെടാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ എൻ്റെ വടകരയിലെ പിന്നോക്കാവസ്ഥ മാറ്റാൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് വടകരയുടെ ജനപ്രതിനിധി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു, പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ തീർച്ചയായും വടകര മണ്ഡലത്തെ അനുവദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പല ആവശ്യങ്ങൾക്കും ഫണ്ടിങ് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് അതിൽ കൂടുതൽ ഒരു രൂപ പോലും അധികം കൊടുത്തില്ല എന്നുള്ള രീതിയിൽ ഒരു ഇന്റർവ്യൂവിൽ പറയാൻ കേട്ടിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയോട് അങ്ങനെ ചോദിച്ചെന്ന് ഞാൻ എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ വിവേചനം ഞാനത് അങ്ങനെ കാണുന്നില്ല. കാരണം എൻ്റെ പഞ്ചായത്തിലൊക്കെ വാർഡിൽ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ട്, മറ്റു പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ആ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അല്ല ഇത്ര ഏറ്റക്കുറിച്ചിൽ അങ്ങനെ നോക്കാറില്ല. ചിലപ്പോൾ എൻ്റെ പാർട്ടിയിൽപ്പെടാത്ത ആളുടെ വാർഡിൽ ധാരാളം കൊടുക്കും. കാരണം അവിടുത്തെ ആവശ്യത്തെ മുൻനിർത്തി അവിടെ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ പാർട്ടിക്കാരും ഉണ്ടാവുമല്ലോ. ജനം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടാവുമല്ലോ, പൊതുവായ വിഷയമല്ലേ. അതുപോലെ ഈ മണ്ഡലത്തിൽ CPM എന്ന് പറയുന്ന വലിയ പാർട്ടിയല്ലേ, ആൾക്ക് വികസനം വേണ്ടേ? അപ്പോൾ മുഖ്യമന്ത്രി കൊടുക്കാതിരിക്കുമോ? ഇല്ല. ഉണ്ട്. അതെ. അത് നമുക്ക് എന്തായാലും ഉണ്ടാക്കണം. നിങ്ങളെല്ലാം സാധാരണ കാര്യത്തിൽ വേണം. കാരണം വെച്ചാൽ ഞാനവിടെ നമ്മളെ കച്ചേരി മൈതാനി എന്നാണ് ഏറാമലയുടെ, ഞാൻ ഏറാമല പറയുന്നത് വെച്ചാൽ അവിടെ പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ്, മറ്റേ സ്ഥലം അറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ കച്ചേരി മൈതാനി 2 കെട്ടിടമുണ്ട്. ഒന്ന് പഞ്ചായത്ത് ഓഫീസും മറ്റൊന്ന് വില്ലേജ് ഓഫീസും. അപ്പോൾ അന്ന് യുവജനതയുടെ പ്രവർത്തനമായിരുന്നു ഞാൻ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി സംഘടിച്ച്, എല്ലാ പാർട്ടിക്കാരും യുവാക്കളെ സംഘടിച്ച് പറഞ്ഞു, വില്ലേജ് ഓഫീസിൽ മാറ്റി പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല, വേറെ സ്ഥലം കണ്ടെത്തണം. വേറെ സ്ഥലം കണ്ടെത്തി. അവസാനം വില്ലേജ് ഓഫീസിൻ്റെ സ്ഥലം, റവന്യൂവിൻ്റെ സ്ഥലം എനിക്ക് വിട്ടു തന്നു പഞ്ചായത്തിന്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭൂമിയായി മാറി. അപ്പോൾ എനിക്ക് പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായാൽ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളി ചേർന്നൊലിക്കുമ്പോഴൊക്കെ പറ്റില്ലല്ലോ. പഞ്ചായത്തിന് ഞങ്ങൾ സ്ഥലം കൊടുത്തു, വാടക കൊടുത്തു. കുറേ മാസത്തേക്ക് കെട്ടിടം വാങ്ങി. അത് കഴിഞ്ഞു പഞ്ചായത്ത് വേറെ സ്ഥലം കൊടുത്തു. അപ്പോൾ അങ്ങോട്ടേക്ക് മാറി. അപ്പോൾ ഗ്രൗണ്ട് സംരക്ഷിക്കാൻ സാധിച്ചു. കുന്നുമ്മക്കരയിൽ ഞങ്ങൾ ഒരു സ്ഥലം വിലക്ക് വാങ്ങി. ഇപ്പോൾ ചന്ത മൈതാനി ഓർക്കാറ്റുണ്ട്. അത് 3.5 ഏക്കർ സ്ഥലത്തോളം ഞങ്ങൾ ചന്തയുടെ ഫണ്ട് കൊണ്ട് വാങ്ങിച്ചതാണ്. ചെറിയ പൈസ. അവിടെ 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷമൊക്കെ ഉണ്ട്. ഞാൻ 10,100, 18, 13 വാങ്ങിച്ചത്. അത് സ്വമേധയാ സ്ഥലം വാങ്ങിച്ചത്, ഏറ്റെടുത്തൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ 3.5 ഏക്കർ സ്ഥലമുണ്ട്. അത് ഗ്രൗണ്ടായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാർത്തിപ്പള്ളി വില്ലേജ്, പഴയ കാർത്തിപ്പള്ളി പഞ്ചായത്തിരുന്ന സ്ഥലം, അവിടെ ഞാൻ പറഞ്ഞു ഏത് മെമ്പർ ആദ്യം 1 ഏക്കർ സ്ഥലം കാണിച്ചു തന്നാൽ മതി, പണം പഞ്ചായത്ത് എടുത്തു, അത് വാങ്ങിച്ചിട്ട് ഗ്രൗണ്ട് ഉണ്ടാക്കും. അത് ഗ്രൗണ്ട് ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതേപോലെ വടകരയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ നമ്മളെ മിഷൻ്റെ ചർച്ചയൊക്കെ നടക്കുമ്പോൾ എല്ലാവരും പറയല്ലോ ഓരോ സ്ഥലത്ത് അതിന് സാധ്യത ഇപ്പോൾ ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കാനുള്ള സാധ്യത അവർ ചെയ്യാൻ പറ്റില്ലേ. അങ്ങനെ വന്നാൽ നമുക്ക് തീർച്ചയായും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഉള്ള സ്ഥലം നന്നാക്കാൻ നമുക്ക് പ്രോജക്റ്റ് വെക്കണം. പ്രോജക്റ്റ് വെക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫണ്ടല്ല, നമുക്ക് കിട്ടുന്ന ഗ്രാൻഡല്ല, ഒരു MLA കിട്ടുന്ന ഗ്രാൻഡല്ല, മറിച്ച് അതിന് അനുവദിക്കപ്പെടുന്ന സംഖ്യ ഉണ്ടല്ലോ, അത് പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണോ അത് നമുക്ക് അനുവദിച്ചു കാണാം. അത് തർക്കമുണ്ടാകുന്ന പ്രശ്നമാണ്, ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. അത് ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെയെന്ന് പറയുന്നത് ശരിയല്ല. അത് ചർച്ച ചെയ്ത് ഏതാണോ നമുക്ക് പിന്നെ
പ്രധാനപ്പെട്ടത് അത് നമ്മൾ ചെയ്യണം, ചർച്ച ചെയ്യണത്. അതങ്ങനെ അതിന് ഈ രാഷ്ട്രീയപരമായ ഒരു പരമോപരി വിഷയത്തിലേക്ക് കൈവരുന്നു. കാരണം ഈ 5 വർഷക്കാലം പല പദ്ധതികളും വിഭാവനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചില രാഷ്ട്രീയപരമായ ഭിന്നത അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പരമോക്കൽ കൊണ്ട് അവർക്ക് നടക്കാതെ പോകുന്നതാണ്. അങ്ങനെ ഞാൻ തോന്നുന്നില്ല. കാരണം ചില മെമ്പർമാരെല്ലാം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു 1000 കോടിക്ക് മേലെ ചെയ്തു എന്ന് പറയുമ്പോൾ 150 കോടിയായി ചെയ്തിട്ടുള്ളൂ എന്നൊരു പ്രതിനിധി സമ്മതിക്കുമ്പോൾ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കുറയുമോ? ഇല്ലല്ലോ. എന്തൊരു പിഴവ് സംഭവിച്ചിട്ടില്ലേ? ഞാനൊരു പ്രതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത് ശരിയല്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അത് പകപോക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണ്ട. അത് പക്ഷേ ജനങ്ങളോട് പറയാലോ, ഇലക്ഷൻ സമയത്ത് പറയണ്ടല്ലോ, ഞങ്ങൾ ഇതൊക്കെ ശ്രമിച്ചിട്ട് നടന്നില്ല, നിങ്ങളൊക്കെ വിളിച്ച് പറയുക. ഇനി പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യന്മാരെല്ലാം വിളിച്ച് പറയുക, ഇങ്ങനെയുണ്ട് എൻ്റെ മനസ്സിലെ ഐഡിയകൾ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മറ്റ് മണ്ഡലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നടക്കുന്നില്ല. ഇതിങ്ങനെ പകപോക്കലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കില്ലേ? ഈ 64 വർഷവും സോഷ്യലിസ്റ്റ് പ്രതിനിധികളാണ് വടകര ഭരിച്ചത്. ഈ കൈത്തറി മേഖലയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു നടപടികളോ അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലൊരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം കുറിച്ചിക്കര ഒരു കൈത്തറി ഇതുണ്ട്, അതേപോലെ തന്നെ കുന്നുമ്മക്കര, ഇവിടെ മേപ്പയിൽ, അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അതിൻ്റെ കെട്ടിടം തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. പുതിയ തൊഴിലാളികൾ ആ മേഖലയ്ക്ക് വരുന്നില്ല. അപ്പോൾ അത് ഈ ഒരു 64 വർഷക്കാലമായിട്ടും ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ളൊരു സംഗതികൾ ചെയ്തിട്ടാന്ന് പറയുന്നത് പരാജയം. തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ 64 വർഷം ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഈ 5 വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കും? ഈ 64 വർഷത്തിൻ്റെ ആദ്യ കാലങ്ങളൊക്കെ വലിയ മത്സരം നടക്കാതെ കടന്നുപോയതാണ്. ഇപ്പോൾ കൈത്തറി മേഖലയിൽ തുണി രംഗത്തൊക്കെ വലിയ മത്സരം. ആരോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്? കുത്തക സംവിധാനത്തോടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഓർക്കാട്ടേരിയിൽ മോഡിയ ഗാർമെൻറ്റ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തിയിരുന്നു. വെച്ചാൽ ഒരു 10-15 സ്ത്രീകൾക്ക് സാധാരണ അടിസ്ഥാനത്തിൽ തന്നെ അവർ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ ഒരു ദിവസത്തെ ആഴ്ചയുണ്ടോ അതിൻ്റെ ഫാഷന് അത് മാറിപ്പോവാണ്. അങ്ങനെ മാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ അതിനേക്കാളും മേലെ ഓടാൻ സാധിക്കണം. ഇപ്പോൾ PT ഉഷേനെയും എന്നെയും ഓടിച്ചാൽ ഉഷ ഓടിയെത്തുന്നതിൻ്റെ അടുത്ത് തന്നെ നിർത്തണം, ഇല്ലാണ്ട് എനിക്ക് ജയിക്കാനാവില്ലല്ലോ തുടക്കത്തിൽ തന്നെ. അപ്പം അങ്ങനെയുള്ളൊരു രീതി അവലംബിക്കാത്തത് കൊണ്ട് കാരണം 64 വർഷം എന്നല്ല, ഈ കാലമേനെ ഒരു 4 വർഷം മുമ്പേ എടുക്കുക, 4 വർഷം 60 വർഷത്തിൽ AI സാന്നിധ്യമുണ്ടോ? ഇല്ല. ഇപ്പം അതല്ലേ. ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എൻ്റെ ചെറിയ കുട്ടികൾക്കറിയാം. ഞാൻ ഫോൺ എടുത്താൽ എനിക്ക് അറിയാൻ പറ്റിയ പരിമിതികളുണ്ട്. അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണം, ഇല്ലെങ്കിൽ പഴയ പോലെ. അപ്പോൾ കൈത്തറി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കൈത്തറി രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം. അതിന് നമുക്ക് ശ്രമിക്കണം. പോയ സ്ഥലത്തൊക്കെ അതും പറഞ്ഞിട്ടുണ്ട്. കൈത്തറി മേഖലയിൽ അത് പല പ്രശ്നങ്ങളാണ്. കൂടിയിരുന്ന് അതിൻ്റെ ഉത്തരവാദപ്പെട്ട അനുഭവസ്ഥരായുള്ള ആളെ കൊണ്ട് സംസാരിപ്പിച്ച് എന്താണ് ഈ മേഖല ചെയ്യാൻ കഴിയുക, അത് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തുക. നമ്മൾ ലോട്ടറി അടിക്കണമെന്ന് ആഗ്രഹിക്കാം. ലോട്ടറി ടിക്കറ്റ് വീണിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. ഒരു ലോട്ടറി ടിക്കറ്റ് വീണ് കിട്ടട്ടെ, അതിൽ ലോട്ടറി അടിക്കട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത് വരട്ടെ നമുക്ക് ഫേസ് ചെയ്യാം. ആ നിലക്കാണ് ഞാൻ കാണുന്നത്. പല കൈത്തറി മേഖലകളിലും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റേക്കും. അതുപോലെ ഉഗാണ്ട പോലുള്ള രാജ്യങ്ങളിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റേക്കാനുള്ള അനുമതിയുള്ള കൈത്തറികളുണ്ട്. അതിനുള്ള സഹായങ്ങൾ കിട്ടുന്നില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ ഈ കൈത്തറി മേഖലകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താതെ പോകുന്നതുകൊണ്ടായിരിക്കും. അല്ല, ഏത് രംഗത്താണോ പോരായ്മ, ആ പോരായ്മ വരികയും കൂട്ടായി ചർച്ച ചെയ്യാം. ഏത് രംഗത്താണോ പോരായ്മ ഉള്ളത്, ഇപ്പോൾ എല്ലാം പൂർണ്ണമല്ലല്ലോ. അപ്പോൾ ആ പോരായ്മ പരിഹരിക്കാൻ കൂട്ടായി ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു പുതിയ രീതി ഉയർത്തി വരും, പരിഹാര മാർഗങ്ങൾ തെളിയും. ഓക്കെ. തീർച്ചയായും എനിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. മണ്ഡലത്തിൽ 3-4 ദിവസം പര്യടനം നടത്തിയപ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട്. ഇപ്പം ജനങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ.
തീർച്ചയായും ഞാൻ വിജയിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. പല കാരണങ്ങളുണ്ടായിരുന്നു. എല്ലാ സമയത്തും ജനങ്ങൾ ചെയ്യുക. ഇപ്പം ഒരു കൈത്തെറ്റ് അങ്ങനെ പറ്റിയിട്ടുണ്ടാവും, അത് തിരുത്താൻ നമുക്ക് നന്നായിട്ട് പോകുന്നു. അതിലേ ഞാൻ പറഞ്ഞു, പോസിറ്റീവായിട്ടാണ് ജനങ്ങളുടെ പ്രതികരണം. എല്ലാം ശ്രദ്ധയപ്പെടുത്താൻ എന്താ, ജനങ്ങളത് അനുഭവിച്ചല്ലേ. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധയപ്പെടുത്തേണ്ട കാര്യമില്ല, ജനങ്ങളത് അനുഭവിച്ച് എന്നോട് പറയുക. അപ്പോൾ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കും അവരോട്. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നു കാര്യങ്ങൾ. ഏത് പ്രശ്നം? അത് കുറേ ആളുകളുടെ പേര് വരാറുണ്ട്, ചോയ്സ് കൊടുക്കാറുണ്ട്. എത്രയോ പ്രാവശ്യം കെ ചന്ദ്രശേഖരൻ, രാവട്ടൻ എന്നെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകളുടെ പേര് ചോദിക്കും, അതിലൊരാളെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാണ് പാർട്ടി, അതാണ് പാർട്ടി കാൻഡിഡേറ്റ്. ആ നിലയ്ക്ക് ഒരു പ്രശ്നവും പാർട്ടിയിലില്ല, മുന്നണിയിലുമില്ല. ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ ഐക്യം മുന്നണിയിലും പാർട്ടിയിലും ഉണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അല്ല, ഞാൻ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായി കാണണം. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രശ്നം. ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു. വളരെ ശക്തമായിട്ടുള്ള ഘടകങ്ങൾ നമുക്കുണ്ട്. ഹൗസ് കമ്മിറ്റി ലെവൽ 50 ആളുള്ള ഒരു കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം വിഴിഞ്ഞം തുറമുഖം അത് യാഥാർത്ഥ്യമല്ലേ. ഇപ്പം നാഷണൽ ഹൈവേ ഇവിടെ കുറച്ച് പ്രശ്നമുള്ളൂ. മലയോര ഹൈവേ 5 ലക്ഷം ലൈഫ് വീടുകൾ, ഇതെല്ലാം കാവട്ടിയല്ലോ. മുണ്ടക്കെ ചൂരൽമല്ല, ആ സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണത്. അത് നോക്കിക്കാണുന്ന ജനങ്ങൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും. സാങ്കല്പികമായ ചോദ്യമാണത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇല്ല, കണക്ക് കൂട്ടിയത് സ്ഥാനാർത്ഥിയോട് പറയില്ല. പിന്നെ സ്ഥാനാർത്ഥി പിന്നെ അയ്യോ ജയിക്കുമല്ലോ അവിടെ നിൽക്കട്ടെ എന്ന് പറയും. അങ്ങനെ പറയും. അതെ, എല്ലാ കാലവും അങ്ങനെ വരും. ആൾക്ക് പുതിയ വിഷയങ്ങളില്ലേ, അതൊരു യാഥാർത്ഥ്യമാണ്. സംഭവിച്ചു, ആൾ മരിച്ചു. എല്ലാ കാലത്തും ആൾക്ക് പുതിയ പുതിയ വിഷയങ്ങൾ വരികയല്ലേ. ഇപ്പം എന്താ വിഷയം? വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ടോ? അത് ഗവൺമെൻറ് മുന്നോട്ട് പോയോ? ഗവൺമെൻറ് മുന്നോട്ട് പോയി ഒരു കാലത്തുമില്ലത്. എന്തൊക്കെ വികസനമാണ് കേരളത്തിൽ നടക്കുന്നത്? ദേശീയമുള്ളിൽ പലരും പറയും, പക്ഷെ അതല്ല. വികസനം നടക്കുന്നുണ്ടോ? അത് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങളാണ് വരുന്നത്. നടത്തിയാലും വീണ്ടും വീണ്ടും വിഷയങ്ങൾ വരും. അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കും. ആ നിലക്ക് മറ്റേതൊന്നും ഇവിടെ വിഷയമല്ല. നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി